നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നീതിപാതയിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട്. അതെ, റോഡ് നിയമങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചില റോഡ് നിയമങ്ങളെക്കുറിച്ചാണ് നമ്മോടൊപ്പം സീനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ബിന്ദു ജോർജ് സംസാരിക്കുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം. നീതിപാതയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാലിച്ചു പോകുന്ന നിയമങ്ങളെക്കുറിച്ചാണ്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിയമങ്ങളുമാണ്. കാരണം റോഡ് നിയമങ്ങൾ MV ആക്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് അതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം റോഡ് ആക്സിഡൻറ്റ്സ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം റോഡിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ നിയമം വളരെ പ്രസക്തമായ ഒരു നിയമമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടതുള്ളത്, കാൽനട യാത്രക്കാർക്കും ഈ റോഡ് നിയമങ്ങളെക്കുറിച്ച് പറയുമ്പം ജനങ്ങളുടെ ഒരു ധാരണ ഇത് വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമുള്ള നിയമമാണ്, ഡ്രൈവേഴ്സ് മാത്രം പാലിക്കപ്പെടേണ്ട ഒരു നിയമമാണെന്ന്. അങ്ങനെയല്ല ആക്ച്വലി ഇത് വരുന്നത്. ഇത് വാഹനം ഓടിക്കുന്ന വ്യക്തിയും കാൽനട യാത്രക്കാരും ഒരേപോലെ പാലിക്കപ്പെടേണ്ട നിയമങ്ങളാണ്. എങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ട്രാഫിക് സംസ്കാരം ഉടലെടുക്കാൻ പറ്റുള്ളൂ. ഈ ട്രാഫിക് സംസ്കാരം, ഈ ട്രാഫിക് പേഷ്യൻസ് ഒട്ടുമില്ലാത്തത് കേരളത്തിൽ തന്നെയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത്. അതെ, തീർച്ചയായും. ആ ഒരു വേർഡ് അതൊന്ന് കടമെടുക്കുകയാണെങ്കിൽ ട്രാഫിക് സംസ്കാരം അല്ലെങ്കിൽ ട്രാഫിക് കൾച്ചർ, അത് ശരിക്കും നമ്മൾക്ക് ഇതുവരെ ഒരു പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീബ്ര ലൈൻ എന്തിനാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ചിലപ്പോൾ സീബ്ര ലൈനിൻ്റെ മുകളിലോട്ട് തന്നെ ആയിരിക്കും നമ്മൾ വാഹനം കയറ്റി നിർത്തുന്നതും, അല്ലെങ്കിൽ റോഡിൽ നമ്മുടെ ഒരു പ്രസൻസ് അതെങ്ങനെ കൊടുക്കണം എന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം ലൈസൻസ് എടുക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നും അത് പരീക്ഷ പാസ്സാവുക എന്നതിനപ്പുറത്തേക്ക് ഒരു എങ്ങനെയാണ് ഒരു നല്ല ട്രാഫിക് കൾച്ചർ വളർത്തിയെടുക്കേണ്ടതെന്നുള്ളത് പറയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ 2019 അമെൻമെൻറ്റിൽ ഈ ഡ്രൈവേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണമെന്നുള്ള ഒരു ഭേദഗതിയും കൂടി അതിൽ വരുത്തിയിട്ടുണ്ട്. ഈ ഡ്രൈവേഴ്സ് നോർമലി ഞാൻ കണ്ടുവരുന്നത് ഒരു സീബ്ര ക്രോസിങ് കണ്ട അവർ ആക്സിലറേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആരും ഒരു സ്റ്റോപ്പ് അവിടെ കാണിക്കുന്നില്ല. പിന്നെ പെഡസ്ട്രിയൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ആ ഫുട്പാത്തിൽ കൂടെ നടക്കുക എന്നുള്ളതാണ് അലിഖിത നിയമം. അത് ലിഖിതമായി എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളത് ഒരിക്കലും പാലിക്കുന്നില്ല. ഫുട്പാത്ത് ഉണ്ടെങ്കിലും റോഡിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മൾ നടന്നു വരുന്നത് കാണുന്നത്. ഇത് ഡ്രൈവേഴ്സിന് വളരെയേറെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു നിയമം എന്ന് പറയുന്നത് റോഡിൽ കൂട്ടം കൂടി നടക്കുക, കൂട്ടം കൂടി നിൽക്കുക, റോഡിൽ ആഘോഷങ്ങൾ നടത്തുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഡ്രൈവർക്ക് മാത്രമല്ല മറ്റ് യാത്രക്കാർക്കും. ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂട്ടം കൂടമായി നടന്നിട്ടുണ്ടെങ്കിൽ പുറകെ വരുന്ന അല്ലെങ്കിൽ മുമ്പിൽ വരുന്ന മറ്റ് യാത്രക്കാർക്ക്, പെഡസ്ട്രിയൻസിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി സീബ്ര ലൈനിൽ കൂടെ മാത്രമാണ് നമ്മൾ എവിടെയൊക്കെ സീബ്ര ലൈനുണ്ടോ അന്നേരം നമ്മൾ അത് യൂസ് ചെയ്യുക. സീബ്ര ലൈനിൽ കൂടി ഒരിക്കലും ഓടാൻ പാടില്ല, നടക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇതെനിക്ക് തോന്നുന്നത് പകുതി പേർക്കും അറിയില്ല. പകുതി എന്നല്ല, ഇത് ഒട്ടുമുക്ക പേർക്ക് സീബ്ര ലൈനിൽ കൂടി ഓടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുള്ളത് MV ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അറിയില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീബ്ര ലൈൻ കാണുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരെ അവിടെ നിന്ന് സീബ്ര ലൈനിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട് അവർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വാഹനം എത്ര പെട്ടെന്ന് അതങ്ങ് കടന്നു പോകാം എന്ന് ചിന്തിക്കുന്ന ഡ്രൈവേഴ്സാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഭൂരിഭാഗം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാലും അതുണ്ട്. കാരണം അത് നമ്മുടെ റോഡ് നിയമ സംസ്കാരം അല്ലെങ്കിൽ റോഡിലേക്കുള്ള ഈ ഒരു ട്രാഫിക് കൾച്ചറിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ്. അത് ഒരു ഇപ്പോൾ വളരെ വ്യക്തമായ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ലൈനുകൾ അല്ലെങ്കിൽ ഒരു ഡബിൾ ലൈനാണ്, അല്ലെങ്കിൽ അത് ഇൻ്റർവെൽ, ഒരു ലൈൻ ഇൻ്റർവെൽ, അത് എന്തിനാണ്? കാരണം ഈ ലൈനുകളെല്ലാം ഓരോ സിഗ്നൽസാണ്. നമുക്ക് ഒരു ട്രെയിനിങ് വരുന്നു, ഒരു സൈൻ ബോർഡ് അവിടെ ഉണ്ടെങ്കിൽ അത് എന്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. ഇന്ന് ഭൂരിഭാഗം പേരെയും ഡ്രൈവേഴ്സിനെയും നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല. രാവിലെ വാഹനം എടുക്കുന്നു, ആ ഒരു രീതിയിൽ ഓടിച്ചു പോകുന്നു, പോയിട്ട് തിരിച്ചു വരുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ പ്രശ്നമൊന്നും പറ്റില്ല എന്നാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നീതിപാതയിലൂടെ ഈ റോഡ് നിയമങ്ങൾ നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ്. മാഡം പറഞ്ഞ പോലെ തന്നെ കാൽനടക്കാർ, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാൽനടക്കാർ ശരിക്കും അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ
കാരണം കുഞ്ഞുങ്ങളാണല്ലോ നാളത്തെ തലമുറ. കാരണം അവരിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ അറിയാതെ തന്നെ നമുക്ക് വലിയൊരു മാറ്റം സാധ്യമാണ്. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ അത് മനസ്സിലാക്കട്ടെ. കാരണം കുഞ്ഞുങ്ങൾ കൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഈ മലയാളത്തിൽ തന്നെ ഇങ്ങനെ വലതുവശം ചേർന്നാൽ ഇടതുവശം അങ്ങനെ ഒരു അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുൾപ്പെടെ കാൽനടയാത്രക്കാർക്ക് ഏറ്റവും പ്രധാനമായി പാലിക്കേണ്ടത് ഫുട്പാത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് റോഡിന് സീബ്ര ലൈൻ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് സിഗ്നൽ പെഡസ്ട്രിയൻസിന് വേണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കൃത്യമായി പാലിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീബ്ര ലൈനിലൂടെ ഓടരുത്, നടന്നു മാത്രമേ പോവുള്ളൂ. ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് പോവുകയാണെങ്കിൽ സീബ്ര ലൈനിൽ ഒരു ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കടത്തി വിട്ടതിന് ശേഷം മാത്രമേ വണ്ടി മുമ്പോട്ടെടുക്കാവുള്ളൂ. അതാണ് നിയമം. അതായത് ഒരു വാഹനം വരുന്നു, ഒരു സീബ്ര ലൈനിലേക്ക് വരുന്നു, ആ വെള്ള വരയിലേക്ക് ആൾക്കാരെ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഉത്തരവാദിത്തമാണ്, അത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. വാഹനം കൃത്യമായ സ്ഥലത്ത് നിർത്തി ഇവർ സുരക്ഷിതമായി ഇവർ ക്രോസ് ചെയ്യുന്നത് വരെയുള്ള ക്ഷമ കാണിച്ച് അവർ ക്രോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പാലിക്കേണ്ടത് പല ഡ്രൈവേഴ്സും ഫേസ് ചെയ്യുന്നത് ഈ സന്ധ്യ സമയമാകുമ്പം അവർക്ക് വണ്ടി ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ഡേ ലൈറ്റും ട്രാഫിക് ലൈറ്റിൻ്റെയും കൂടെ ആ ഒരു ബുദ്ധിമുട്ടിൽ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് കഴിവതും ലൈറ്റ് ഷെയ്ഡുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പെഡസ്ട്രിയൻസ്. പിന്നീട് നേരത്തെ പറഞ്ഞു നമ്മൾ വലതുവശത്തൂടെ ചെറുതിലേ നമ്മൾ പഠിക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ നടക്കുന്ന സമയം എപ്പോഴും റോഡിൻ്റെ വലതുവശം കീപ്പപ്പ് ചെയ്യണം. വലതുവശത്തു കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. എങ്കിൽ നമുക്ക് നമ്മളുടെ എതിരെ നിന്ന് വരുന്ന വണ്ടിയെ കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ വലതുവശം ചേർന്ന് നടക്കുക. അതുപോലെ തന്നെ ഈ ഒരു റോഡ് നമ്മൾ മുറിച്ച് കിടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ റോഡിൻ്റെ വലതുവശം നോക്കുക. വണ്ടി വരില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും ഇടതുവശത്തേക്ക് നോക്കുക, വീണ്ടും വലതുവശത്തേക്ക് നോക്കിയതിന് ശേഷം, അതായത് 2 ടൈംസ് നമ്മൾ വലതുവശത്തേക്ക് നോക്കിയതിന് ശേഷമേ റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റ്സ് ഒരു പരിധി വരെയൊക്കെ ഈ പെഡസ്ട്രിയൻസിനെ പോയി ഹിറ്റ് ചെയ്തിട്ടുള്ള ആക്സിഡൻറ്റ്സ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതാണ്. പിന്നീട് റോഡിൽ നടക്കുന്ന സമയം എപ്പോഴും നമുക്കെതിരെ വരുന്ന വാഹനങ്ങളെ നമ്മൾ കാണണം. വാഹനത്തിൻ്റെ പുറകിൽ കൂടെ നമ്മൾ ഒരിക്കലും വാഹനത്തെ ക്രോസ് ചെയ്യരുത്. അതായത് നമ്മൾ ഇറങ്ങുന്ന അല്ലെ നമ്മുടെ മുന്നിൽ വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ പുറകു വശത്തുകൂടി വന്നു കഴിഞ്ഞാൽ റോഡ് മുറിച്ചടക്കാൻ ശ്രമിച്ചാൽ എതിരെ വരുന്ന വാഹനത്തിന് നമ്മൾ വരുന്ന അല്ലെങ്കിൽ അയാൾക്ക് റിയാക്ഷൻ സമയം വളരെ കുറവായിരിക്കും. ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ സമയം കുറവായിരിക്കും. നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല അവിടെ നിന്ന് വണ്ടി വരുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ പെഡസ്ട്രിയൻസ് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ കൃത്യമായി അത് തന്നെ ഉപയോഗിക്കണം. എങ്കിലാണ് അവർക്ക് വേണ്ടി സിഗ്നൽസോ ഓവർ ബ്രിഡ്ജോ ഉണ്ടെങ്കിൽ പിന്നെ വാഹനങ്ങളെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമ്മൾ ആ ഓവർ ബ്രിഡ്ജിൽ യൂസ് ചെയ്യുക. ഫുട്പാത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് കൃത്യമായി നടക്കുക. ഇനി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പ്രൊസഷൻസ് നടത്തുമല്ലോ, ജാഥകൾ, ആൾക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് ചിലരുടെ ഒരു ട്രെൻഡാണ് വണ്ടിയിൽ പിടിച്ചുകൊണ്ട് നടക്കുക, വാഹനത്തെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പറ്റ ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വാഹനത്തെ പിടിച്ച് ഒരിക്കലും റോഡ് മുറിച്ച് കിടക്കാനോ നടക്കാനോ പാടുള്ളതല്ല. കാരണം വാഹനം മെക്കാനിക്കലാണ്, അതിൻ്റെ ബ്രേക്കും ബാക്കി കാര്യങ്ങളൊക്കെ എപ്പം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള കേസുകളിൽ ആക്സിഡൻസിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വാഹനത്തെ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുകയോ വണ്ടികളിൽ പിടിച്ചുകൊണ്ട് നിരത്തുകളിലൂടെ നടക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ഇത് വളരെ സൂക്ഷ്മമായി കൃത്യതയോടുകൂടി പാലിച്ചു പോകുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ പെഡസ്ട്രിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക, ഒരു എയ്ഡായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതിൽ മാഡം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒന്ന്, നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വിസിബിലിറ്റി, വാഹനങ്ങൾ ഏത് ഡയറക്ഷനിൽ നിന്ന് അത് വരുന്നു, നമ്മുടെ മുന്നിലൂടെയാണ് അത് വരുന്നത്. അപ്പോൾ ഏതൊക്കെ കൈൻഡ് ഓഫ് വാഹനങ്ങളാണ്, അതുപോലെ ലോറിയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സേഫ്റ്റി അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. പിന്നെ വാഹനത്തിൻ്റെ പുറകുവശം ചേർന്ന് ഉള്ള ക്രോസിങ്. പിന്നെ അതിലും വളരെ പ്രധാനപ്പെട്ടത് കുറച്ച് ഒരല്പം, അതായത് ഇന്ന റോഡിൽ സീബ്ര ലൈൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അവിടെ തന്നെ ആ ലൈൻ വഴി തന്നെ ക്രോസ് ചെയ്യാനും ഉള്ള ഒരു സാധ്യത അതുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് റോഡ് ഫെമിലിയർ ആണെങ്കിൽ നമുക്കറിയാം ഇന്ന സ്ഥലങ്ങളിലൊക്കെ സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നുള്ളത്. ആ സ്ഥലത്ത് തന്നെ പോയി നിന്ന് ഒരു 5 സ്റ്റെപ്പ് കൂടുതൽ നടക്കണമെന്നേ വരികയുള്ളൂ. അതെ, പക്ഷെ അതിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒന്ന് മാറിയിട്ടാണ് ഒരു ഓവർ ബ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കുക. അതിലുപരി പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് തന്നെ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. അതായത് പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാനായിട്ട് ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് അറിയാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം പലർക്കും അതിനെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ധാരണയില്ലാത്തവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ട്രാഫിക് സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുണ്ടാക്കുന്നത് നമ്മൾ മുതിർന്നവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും എല്ലാ ജംഗ്ഷൻ തന്നെ പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാനായിട്ടുള്ള സിഗ്നലുണ്ട്, ആ ഗ്രീൻ കളറിൽ വരുന്നത്. അപ്പോൾ അത് നോക്കി അത് ഇമ്പോർട്ടൻസ് സിറ്റീസിലൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ നെഞ്ചിടിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് ഇവർ ആ സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടൺ അമർത്തി, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സിംഗപ്പൂരൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണാം. അപ്പം നമ്മുടെ കുട്ടികളെയും അതുപോലെ ട്രെയിൻഡ് ആക്കുക. സ്കൂളിൽ വേണ്ടത്ര ബോധവൽക്കരണം നടക്കുക. ഈ പോലീസ് അതോറിറ്റി, ട്രാഫിക് പോലീസ് അതോറിറ്റീസ് ചെറിയ കുട്ടികൾക്ക് ഇതിന് വേണ്ടുന്നുള്ള ഗൈഡൻസോ പിന്നെ വോളണ്ടിയേഴ്സായിട്ട് ഒരു ടീമൊക്കെ വന്ന് സ്കൂളിലും മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനകളെ അവരൊക്കെ ഇങ്ങനത്തെ ചെയ്യുവാണെങ്കിൽ വിലപ്പെട്ട പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ അത് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും പ്രധാനം പേരൻസ് ആണ്. കാരണം നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് റോഡ് കാരണം ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത്. അവർ നമ്മളെയാണ് ഫോളോ ചെയ്യുന്നതാണ്. വെച്ചാലും എനിക്ക് തോന്നുന്നത് അധികവും ഈ റൂൾസ് ഒക്കെ ഡ്രൈവേഴ്സിന് വേണ്ടിയാണെന്നുള്ള ഒരു ധാരണയാണ് ആളുകൾക്ക്. ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കുകയാണ്, വണ്ടി മൂവ് ചെയ്യുകയാണ് എന്ന് അന്ന് അറിയുന്നവരാണെങ്കിൽ കൂടി ആ സമയത്തൂടെ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രഷ്യസായ പല ജീവനുകളും കുരുന്നുകളുടെ ജീവനൊക്കെ രക്ഷിക്കാൻ നമുക്ക് ഒരു ആക്സിഡന്റിൽ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതും ഹെൽപ്പിംഗ് ആണ്. ഈ റൂൾസ് ഫോളോ ചെയ്യുന്നവർക്ക് പ്രൊസീജറൽ വൈസും അല്ലാതെ ഇനി ഈ ആക്ടിന്റെ മീൻസ് കോമ്പൻസേഷൻ കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ സൈഡ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ആ പരാതിക്ക്, അതായത് നമുക്ക് റോഡ് ആക്സിഡന്റിൽ ഒരു അപകടം സംഭവിച്ചു, ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം നമ്മൾ റോഡ് നിയമം അനുസരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നമുക്ക് നിയമപരമായി കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനും കൂടി അവിടെയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഈ പെഡസ്ട്രിയൻസിനെ പോലെ തന്നെ ഡ്രൈവേഴ്സ് പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് കേട്ടോ. അപ്പം പണ്ടൊന്നും ഈ ഡ്രൈവേഴ്സിന് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ കുറച്ചും കൂടിയൊക്കെ അവയർനെസ് അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ അമെൻമെൻറ്റിൻ്റെ ഫലമായ ഭേദഗതി നിയമത്തിൻ്റെ ഫലമായിട്ടോ എന്തിനാണെങ്കിലും കുറച്ച് അവയർനെസ് അവർക്ക് കൊടുക്കണം. അപ്പം ഡ്രൈവർ എപ്പോഴും റോഡിൻ്റെ ഇടതുവശം കീപ്പ് ചെയ്തേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലൈൻ വിട്ടിട്ട് റോഡിൻ്റെ സെൻട്രൽ കൂടിയോ അല്ലെങ്കിൽ വലതുവശത്തേക്ക് ചേർന്നോ വാഹനങ്ങൾ കഴിവതും ഓടിക്കാതിരിക്കുക, ഇടതുവശം കീപ്പപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ഇവർ വലതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഒക്കെ ഇതിൽ ഇടതുവശത്തു കൂടി ഓവർടേക്കിങ് പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ദാറ്റ് ഇംപ്ലൈഡ്ലി മീൻസ് ദാറ്റ് ആരോഗ്യം ഇടതുവശത്തൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു റോഡ് ഈ സംസ്കാരം ഇല്ലായ്മ എന്നുള്ളത് ഉണ്ട്, അതൊരു സത്യമാണ്. പക്ഷേ ഈ ഇടതുവശത്തു കൂടി തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പല ആക്സിഡൻസും ഈ ഇടതുവശത്തിൽ ഒരു റോങ് സൈഡ് ഓവർടേക്കിംഗ് കൊണ്ട് ആണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ AI ക്യാമറ പോലുള്ള സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനിതിങ്ങനെയാണ് എൻ്റെ ഈ റോഡ് നിയമങ്ങൾ നിഷ്കർഷിക്കുന്ന രീതിയിലേക്ക് മാത്രമേ എൻ്റെ വാഹനം പോവുകയുള്ളൂ എന്നൊരു ചിന്താഗതിയിൽ, അത് ആരെങ്കിലും ഇംപ്ലൈ എന്ന് അല്ലെങ്കിൽ ഞാനിങ്ങനെ പോയാൽ ഒരു പിഴ വരും എന്നതിലുപരി സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ വാഹനം ഇടതുവശത്തുകൂടി മാത്രമേ ഓടിക്കുകയുള്ളൂ, വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യുള്ളൂ എന്ന് നമ്മൾ തന്നെ ധരിക്കണം. ആസ് എ ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും
എന്ന് തീരുമാനിച്ച് നമ്മൾ വണ്ടി ഓടിച്ചാൽ ഈ ആക്സിഡൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് മാത്രമല്ല ഈ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെഡസ്ട്രിയനിൽ നിന്നും ഡ്രൈവറിലേക്ക് ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവർ കൂടുതൽ സിഗ്നലുകളുണ്ട്, റോഡിലെ സിഗ്നലുകളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഈ സിഗ്നൽ എന്ത് ഉദ്ദേശിക്കുന്നു, ഒരു യു ടേൺ അല്ലെങ്കിൽ ഇവിടെ യു ടേൺ പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇന്ന ഇതിൽ സ്പീഡ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ എന്തിനാണ് എന്നുള്ളതിനൊക്കെ ഒരു നല്ല ധാരണ ഡ്രൈവർക്ക് ഉണ്ടെങ്കിൽ, ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി റോഡ് നിയമങ്ങൾ പഠിക്കണം, റോഡിലെ സിഗ്നൽസ് കൃത്യമായി നോക്കി പഠിക്കണം, ട്രാഫിക് സിഗ്നൽസ് നോക്കി പഠിക്കണം. ഇതൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ച് അവയർനെസ് അത് കൃത്യമായി പഠിക്കുക മാത്രമല്ല പാലിക്കുക കൂടി ചെയ്താലേ നല്ലൊരു ട്രാഫിക് സംസ്കാരം വരികയുള്ളൂ. ഈ റോഡിൽ നമ്മൾ ഓവർടേക്ക് പോകുകയാണെങ്കിൽ പുറകിൽ വരുന്ന വാഹനത്തിന് അതിനുള്ള സിഗ്നൽ കൊടുക്കണം. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, ലേണേഴ്സിൻ്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഈ 6 ലൈൻ 4 ലൈൻസ് ഒക്കെ ഉപയോഗിക്കുമ്പം ലൈൻ മാറുകയാണെങ്കിൽ അതിന് നമ്മൾ സിഗ്നൽ ഇടണം, ഇൻഡിക്കേറ്റർ കൊണ്ട് അത് കാണിക്കണം. പുറകിൽ വരുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് മനസ്സിലാകണം ഇദ്ദേഹം വണ്ടി ഇന്ന ലൈനിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് മനസ്സിലാക്കണം. ഇതൊന്നും കാണിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ലൈൻ മാറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ അഫക്റ്റ് അഡ്വേഴ്സലി, ഒരുപാട് ആക്സിഡൻസ് വരും. അതായത് അങ്ങനെയുള്ള അശ്രദ്ധകൾ തന്നെയാണ് പല ആക്സിഡൻസിനും കാരണം നമുക്കറിയാം. അല്ലാതെ ഒരു ചില അപകടങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, പക്ഷേ ഇങ്ങനെയുള്ള ശ്രദ്ധക്കുറവുകൾ ഒരു വലിയ അപകടത്തിലേക്ക് ഒരുപാട്, അതുപോലെ ഉറങ്ങിപ്പോകുന്നു, മതിയായ റെസ്റ്റ് കൊടുക്കാതെ, അത് ഒരുപാട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പല രീതിയിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അപകടം എടുത്ത് നോക്കിയാൽ വലിയ 2-3 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പരിപാടി നടക്കുമ്പോൾ പോലും കഴിഞ്ഞ ആഴ്ച അവിടെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഉറങ്ങിപ്പോവുക എന്നുള്ള. അപ്പം കൃത്യമായി എനിക്ക് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് ഈ ഉറക്കമില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വേണം, ഉറങ്ങിയ ശേഷം മാത്രമേ ഞാൻ ഡ്രൈവ് ചെയ്യാവൂ എന്നുള്ള ഒരു ബോധം സ്വയം ഉണ്ടാക്കിയെടുക്കുകയും അതില്ല പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക, സേഫായിട്ട് യാത്ര ചെയ്യുക. അതോടൊപ്പം തന്നെ റോഡ് സിഗ്നൽസ് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായുള്ള ആ ഒരു പഠനം, അല്ലെങ്കിൽ ഈ സിഗ്നൽ എന്തിനെ കുറിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വേഗതയിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഞാൻ ലൈൻ മാറുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായ അകലം ഞാൻ പാലിക്കണം. അത് ഇപ്പം ഈ മെട്രോ സിറ്റീസിലൊന്നും ഒട്ടും പാലിക്കുന്നില്ല. കീപ് ഡിസ്റ്റൻസ് എന്നുള്ളത് പാലിക്കുന്നതേ ഇല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ AI ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ റെഡ് ലൈറ്റ് വയലേഷൻ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. റെഡ് ലൈറ്റ് വയലേഷൻ പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും എത്രത്തോളം എനിക്കറിയില്ല അത് ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെന്ന്. കാരണം ആ യെല്ലോ കാണുമ്പോൾ തന്നെ ആളുകൾ അങ്ങ് പരവേശപ്പെട്ട് സ്റ്റോപ്പ് ചെയ്യാതെ അവർ മുമ്പോട്ട് പോകുവാനുള്ള ടെൻഡൻസിയാണ് കാണുന്നത്. യെല്ലോ കഴിഞ്ഞ അടുത്ത റെഡാണ് വരുന്നത്. അപ്പോൾ ആ റെഡ് വരുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ഒന്ന് പാസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും. നേരത്തെ പറഞ്ഞ പോലെ പെഡസ്ട്രിയൻ വരുന്നതിന് മുമ്പ് തന്നെ വണ്ടി എടുത്തിട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ചിന്ത. അപ്പോൾ അതെല്ലാം ഈ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യം, അതായത് റോഡ് നിയമങ്ങൾ വരുന്ന കാര്യങ്ങളാണ്, അതെല്ലാം കൃത്യമായി തന്നെ പാലിച്ചു പോവേണ്ടത് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക്. അല്ല, എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല റോഡ്, എന്നെ പോലെ എൻ്റെ മുമ്പിലും പുറകിലും വരുന്ന ഡ്രൈവേഴ്സിനും അവകാശപ്പെട്ട റോഡാണ് എന്ന ചിന്താഗതിയിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അപകടങ്ങൾ വരില്ല. അതുപോലെ നമ്മൾ വലതുവശത്തേക്ക് ടേൺ ചെയ്യണമെങ്കിൽ വലതുവശത്തേക്ക് തിരിഞ്ഞ് ഒരിക്കലും ഇടതുവശത്തൂടെ കൂടി പോയി മറ്റു വണ്ടീനെ ബ്ലോക്ക് ചെയ്ത് വലതുവശത്തേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് തന്നെ വലതുവശത്തേക്ക് തിരിക്കണം. ഇനി ഇടതുവശത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുവശത്തേക്ക് തന്നെ തിരിഞ്ഞു പോവുക. ജംഗ്ഷനിലാണെങ്കിൽ നമ്മൾ കൃത്യമായി വണ്ടികൾ വരുന്നില്ല, പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ജംഗ്ഷനിലെത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഡ്രൈവേഴ്സിൻ്റെ കാര്യം, പിന്നെ തീർച്ചയായും മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുകയും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി ഡ്രഗ് എന്ന് പറയാം, നമുക്ക് മദ്യം മാത്രമല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ആ റോഡ് നിയമങ്ങളിൽ അതെല്ലാം ഒരു ഡ്രൈവർ ഒരു ഇൻഫ്ലുവൻസിൻ്റെ, ഒരു ആൽക്കഹോളിക് അല്ലെങ്കിൽ ഒരു ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസിൽ വരാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അതിന് ഫൈനും എല്ലാം ഇമ്പോസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എപ്പോഴും ഈ റോഡ് നിയമങ്ങൾ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അത് ആ ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ MVA ഡിപ്പാർട്ട്മെൻറ്റിലെ ആരോ നമ്മളുടെ വെഹിക്കിള്
നോട് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഡയറക്ഷൻ തന്നാൽ അത് ഡ്രൈവേഴ്സ് കൃത്യമായി പാലിക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ സൈൻ തന്നെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അതേപോലെ ഈ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പം ഒരു ഓവർടേക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് സ്പീഡ് കൂട്ടും. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം എൻ്റെ പിന്നാലെ വരുന്ന വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനുള്ള സൗകര്യം കൊടുക്കുക. ഒന്നാമത് എൻ്റെ കൺസെൻറ്റ് കിട്ടിയിട്ടാണ് അയാൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ജയവും തോൽവിയില്ല. ഇതൊരു നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ. പിന്നെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എമർജൻസി വെഹിക്കിൾസിന്, എസ്പെഷ്യലി ആംബുലൻസ്, ഫയർ, ഇവർക്ക് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരെ എപ്പോഴും ഓവർടേക്ക് ചെയ്ത് പോകാൻ അനുവദിക്കണം. അവർക്ക് വേണ്ടുന്ന പാത ഒരുക്കി കൊടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യണം. അതിന് വേണ്ടി അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും എന്താച്ചാൽ ചെയ്യണം. കാരണം ഒരു ലൈഫാണ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലൈഫ് ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഡ്രൈവർമാരെ എപ്പോഴും വേണ്ടത്ര റെസ്റ്റ് എടുക്കുക, വേണ്ടത്ര ഹെൽത്തി ആയിരിക്കുക. അത് അവരുടെ കൂടെ കാര്യമാണെങ്കിലും അവരുടെ കയ്യിലാണ് മറ്റുള്ളവരുടെ ജീവനും ഇരിക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് അവർക്കുണ്ടായിരുന്നു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 വീലർ റൈഡേഴ്സ് ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കണം. അതേപോലെ സീറ്റ് ബെൽറ്റ് ഡ്രൈവർ മാത്രമല്ല ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ഇട്ടു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ അമെൻമെൻറ്റ് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അതും ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് മറ്റേ ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറയുമ്പോൾ കഴിയുന്നതും നമുക്ക് വാഹനങ്ങളിൽ 5 സീറ്റ് ബെൽറ്റ് ഉണ്ടാവും. ഇപ്പം പുറകെ ഇരിക്കുന്ന യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുക. കാരണം അതിപ്പോൾ നിയമത്തിൽ അത് കർശനമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും പുറകിലിരിക്കുന്നവർക്ക് നിയമത്തിൽ കർശനമല്ല. പക്ഷേ അത് നമ്മുടെ സേഫ്റ്റിക്ക് അനുസരിച്ചിട്ട് വളരെ ശക്തമായ സേഫ്റ്റി തന്നെയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും ഇപ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യാന്നുള്ളത്. അത് ഒരുപാട് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമ്മൾ റൂൾസും റെഗുലേഷൻസും എപ്പോഴും ഫോളോ ചെയ്ത് തന്നെ പോകുക. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എതിർദിശയിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഡിം ലൈറ്റ് അടിച്ചു കൊടുക്കണേ. അത് പലപ്പോഴും കാണുന്നില്ല. കാരണം ഈ ഹൈ ലൈറ്റ് കണ്ണിൽ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ആ ഡിം ലൈറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ എങ്കിലേ നമുക്ക് യാത്ര ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. റോഡ് നിയമങ്ങൾ അത് പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പാലിക്കണം എന്നുള്ളതിൻ്റെ പ്രസക്തിയൊക്കെ നമുക്ക് പറഞ്ഞെടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പെഡസ്ട്രിയന് അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിൻ്റെയൊക്കെ ആവശ്യകത, ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് സാധാരണ അത് ജനറൽ ഇൻഫർമേഷൻ വരുന്നതാണെങ്കിൽ അത് കൃത്യമായി ഇന്ന കാര്യങ്ങൾ നമ്മളത് ചെയ്യണം എന്നുള്ളത് റോഡ് സംസ്കാരം തന്നെ വളർത്തി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിച്ചു. അപ്പോൾ നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.